അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മലപ്പുറം ബൈ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വന്നു. അൽഹംദുലില്ലാ, പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ ജയിച്ചു. അൽഹംദുലില്ലാ. ഇത് ഈ അഹമ്മദ് സാഹിബിന്റെ വിജയമാണ്, മുസ്ലിം ലീഗിന്റെ വിജയമാണ്, UDFന്റെ വിജയമാണ്. പിന്നെ നമ്മുടെ ജലീൽ സാറ് പറഞ്ഞ അത്രയ്ക്കങ്ങ് അഭിമാനിക്കാൻ പറ്റാത്ത വിജയമാണ്, ഇടതുപക്ഷം നില മെച്ചപ്പെടുത്തി എന്നൊക്കെ. ജലീൽ സാറെ, നിങ്ങളുടെ നില എന്താ മെച്ചപ്പെട്ടതെന്നുള്ളത് നമുക്കറിയത്തില്ല, നമുക്കിതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാല്, 2009 TK ഹംസ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് 3,15,000, മുസ്ലിം ലീഗിന്റെ വോട്ട് 4,20,000. 2014 അത് മുസ്ലിം ലീഗിന്റെ വോട്ട് 4,40,000 ആയി. ഇടതുപക്ഷത്തിന്റെ വോട്ട് PK സേനബ എന്ന തട്ടമിടാത്തവർക്കുള്ള വോട്ട് 2,40,000. അന്ന് അവിടെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്, വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, SDPIക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇന്ന് മത്സരിക്കുമ്പോൾ SDPIക്ക് സ്ഥാനാർത്ഥിയില്ല, വെൽഫെയർ പാർട്ടിക്കും സ്ഥാനാർത്ഥിയില്ല. വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. SDPI നിഷ്പക്ഷ നിലപാട്, മനസാക്ഷിക്കോട്ട്. പിന്നെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചത് PDP. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് 3,44,000 വോട്ട്. ഞങ്ങൾക്ക് കിട്ടിയത്, മുസ്ലിം ലീഗിന് UDFന് കിട്ടിയത് 5,18,000 വോട്ട്. ഇത് ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള നിമിഷം തന്നെയാ സാറേ ജലീലെ, കെട്ടി ജലീലെ. കാരണം ഞങ്ങള് 2009 നിന്ന് 2017 എത്തി നിൽക്കുമ്പം 1,00,000 വോട്ട് അധികം നേടിയിരിക്കുന്നു. നിങ്ങളോ 2009 നിന്ന് 2017 ദൂരം നിങ്ങൾ മെച്ചപ്പെട്ടത് എത്രയാണെന്നറിയോ? വെറും 25,000 വോട്ട്. അതോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് കിട്ടിയത് 3,70,000 വോട്ട്. LDFന് കിട്ടിയത്, മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വെച്ച് നോക്കുമ്പം LDFന് കിട്ടിയത് 3,70,000. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് 3,44,000. എവിടെ പോയി 30,000 വോട്ട്? നിങ്ങളുടെ നില മെച്ചപ്പെട്ടോ? ഇവിടെ തെളിഞ്ഞത്, ആട് ജലീലെ, നിനക്ക് PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് എന്റെ ഒരാത്തൽ ഇറച്ചിക്ക് വേണ്ടി നീ അവിടെ കിടന്ന് കളിച്ച കളി, നീ കളിച്ച വർഗീയത. എന്നിട്ട് പറഞ്ഞത് എന്താണ്? വർഗീയത. എന്തേ തെരഞ്ഞെടുപ്പ് 12-ാം തീയതി വരെ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളും മലപ്പുറത്തുള്ള വോട്ടർമാരും ഒന്നും വർഗീയതയല്ലായിരുന്നോ? 12-ാം തീയതി കഴിഞ്ഞപ്പോൾ 12-ൽ നിന്ന് 5 ദിവസം മാറിയപ്പോൾ മലപ്പുറം ജനത വർഗീയതയായി അല്ലേ? വർഗീയത പറഞ്ഞത് ആരാ ജലീലെ? വർഗീയത പറഞ്ഞതാരാ? ഇടതുപക്ഷമോ അതോ UDFോ? വർഗീയത പറഞ്ഞതും പ്രവർത്തിച്ചതും നിങ്ങള്. സിറാജുന്നിസ മുതല് ശശി തരൂരും VD സതീശനും K സുധാകരനുമൊക്കെ BJPയിലേക്ക് പോകുമെന്ന് വരെ നിങ്ങൾ പറഞ്ഞു പറത്തി അപവാദം ഉണ്ടാക്കി വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് നിങ്ങൾ ജയിക്കാമെന്ന് കരുതി അല്ലേ? ജയിക്കാമെന്ന് കരുതിയില്ലേ? പക്ഷെ നിങ്ങളുടെ ജലീലെ, നിന്റെ അഹങ്കാരത്തിനുള്ള അടിയാണിത്. ഈ മലപ്പുറം ജനത പാർലമെന്റിൽ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ജയിച്ചത് ഇടതിന്റെയും BJPയുടെ ഫാസിസ്റ്റുകളുടെയും അഹങ്കാരത്തിനുള്ള ഇടിയ. ജലീലിന്റെ ഉച്ചിക്ക ഇടിച്ചത്, പിണറായി വിജയന്റെ നിറന്തലക്ക അടിച്ചത്, നരേന്ദ്രമോദിയുടെ മൊത്തത്തിലാണ് ഇടിച്ചത്. എവിടെ BJP വർഗീയത വളർത്താൻ ചെന്ന BJPക്ക് എന്ത് കിട്ടി? അവിടുത്തെ ഹിന്ദു സമൂഹം കാലുകൊണ്ട് ചവിട്ടി തൂത്തെറിഞ്ഞു അല്ലേ? കാലുകൊണ്ട് ചവിട്ടി തൂത്തെറിഞ്ഞു BJPയെ. ഇടതിന്റെ 30,000 വോട്ടിന് അഡ്രസ്സില്ല. ഞങ്ങൾക്ക് വീണ്ടും, ഞങ്ങൾ 2016 നിന്ന് വീണ്ടും 2017 ഞങ്ങൾ അവിടെ വീണ്ടും 20,000 വോട്ട് കൂട്ടുക ചെയ്തത്. അപ്പൊ എന്താ ജലീലിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? മറുപടി ഉണ്ടാവില്ല. കാരണം കുഞ്ഞാലിക്കുട്ടി വിരോധം തലയ്ക്ക് പിടിച്ച അധമ വികാരത്തിന് അടിമയായ ജലീൽ വർഗീയത കളിക്കാൻ പറ്റുന്നത് മുഴുവൻ കളിച്ചു. ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് എന്തെല്ലാം കളിച്ചു.
നോട്ടയ്ക്ക് കിട്ടി കൊടുത്ത വോട്ട് പോലും ഉസ്താദിനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. എന്നിട്ട് അവസാനം മലപ്പുറത്തെ ജനത വർഗീയവാദികളാണെന്ന്, ചൊറിയാമ്പലിപ്പ് പറഞ്ഞു മലപ്പുറം ജനത വർഗീയവാദികളാണെന്ന്. എന്തേ നിങ്ങള് നേമത്ത് പറഞ്ഞില്ല ജലീലെ? നേമത്ത് വർഗീയത കൊണ്ടാ ജയിച്ചതെന്ന് ഓരോ ജഗപോൽ ജയിച്ചപ്പോൾ. മലപ്പുറം ജയിച്ചപ്പോൾ വർഗീയത കൊണ്ട്. നേമത്ത് ജയിച്ചാല് BJP ജയിച്ചാൽ എന്താണ്? അത് മതേതരത്വം അല്ലേ? ഇതാണ് നിന്റെ കപടമുഖം ജലീലെ. പിന്നെ ജലീലെ, മലപ്പുറത്ത് മുസ്ലിം ലീഗ് ജനിച്ചാൽ വർഗീയതയും പാകിസ്ഥാനോട് ഉപമിക്കലും. നേമത്ത് ജയിച്ചപ്പോഴൊന്നും ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല. കാരണം നേമത്ത് സ്പീക്കർ വോട്ടും കിട്ടിയത് ശ്രീരാമകൃഷ്ണനാണല്ലോ, അല്ലേ? എന്നിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇരുന്ന് തള്ളുന്ന തള്ളൽ സഖാക്കളോട് വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ സഖാക്കളെ? മലപ്പുറത്ത് നിന്ന് നിങ്ങളുടെ അവസാനം തുടങ്ങിക്കഴിഞ്ഞു. മലപ്പുറം ഇനി അടുത്തത് വേങ്ങരയില. ജലീലെ, കളി ഓർത്തിരുന്നു. വേങ്ങരയിലെ ജനം ഇതിന് പാഠം തരും. വേങ്ങരയിലെ ജനം ഇടതുപക്ഷത്തിന് തക്കതായ മറുപടി തരും. ഒരുങ്ങിയിരുന്നോ? ഇപ്പൊ കിട്ടിയത് 40,000 രൂപ. ചിലപ്പോ അവിടെ കെട്ടിവെച്ച കാശ് കിട്ടാതെ മലപ്പുറത്തെ ജനങ്ങളെ വർഗീയവാദികളെന്ന് വിളിച്ച് നിങ്ങൾക്കവര് പാഠം പഠിപ്പിക്കും. അപ്പൊ ശരി.